വചനം തുറക്കാം, വചനത്താൽ തുറക്കപ്പെടാം. ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും വചനത്താൽ തുറക്കപ്പെട്ട നല്ല വേലക്കാരാകാൻ നമുക്ക്. ഇന്ന് മംഗളാവർത്താക്കാലം 2-ാം ഞായറാഴ്ച 3 വചനഭാഗങ്ങളാണ് ദൈവം നമുക്ക് സമ്മാനമായി നൽകുന്നത്. ഒന്ന്, സംഗീത പുസ്തകത്തിൽ 22-ാം അധ്യായത്തിൽ ബാലാമിൻ്റെ പ്രവചനം. 2, വിശുദ്ധ പൗലോസ് ശ്ലീഹ കൊളോസ്യർക്ക് എഴുതിയ ലേഖനം അധ്യായം 4, 2 മുതൽ 18 വരെ പ്രാർത്ഥനയെക്കുറിച്ച്, പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ച്. 3, ലൂക്കായുടെ സുവിശേഷം 1-ാം അധ്യായം 26 മുതൽ 38 വരെയുള്ള വാക്യങ്ങൾ ഈശോയുടെ ജനനത്തെക്കുറിച്ചുള്ള സദ്വാർത്ത, മംഗളവാർത്ത. പ്രിയപ്പെട്ടവരെ, വചനം തുറക്കാം, വചനത്താൽ തുറക്കപ്പെടാൻ. ദൈവത്തിലേക്കും മനുഷ്യരിലേക്കും വചനത്താൽ തുറക്കപ്പെട്ട നല്ല വേലക്കാരാകാൻ ദൈവം ക്ഷണിക്കുന്നു എന്നെയും നിങ്ങളെയും. ബൈബിളിൽ 2 സ്ഥലങ്ങളിൽ മൃഗങ്ങൾ സംസാരിക്കുന്നതായി നാം കാണുന്നുണ്ട്. ഉൽപ്പത്തിയുടെ പുസ്തകം 3-ാം അധ്യായത്തിൽ സർപ്പം സംസാരിക്കുന്നു മനുഷ്യരോട്, ദൈവഹിതം തിരസ്കരിക്കാൻ പ്രേരണ നൽകിക്കൊണ്ട്. സംഗീത പുസ്തകം 22-ാം അധ്യായത്തിൽ കഴുത സംസാരിക്കുന്നു മനുഷ്യരോട്, ദൈവഹിതം തിരിച്ചറിയാനുള്ള പ്രേരണ നൽകിക്കൊണ്ട്. പ്രിയപ്പെട്ടവരെ, നമ്മൾ ഇന്ന് ചിന്തിക്കേണ്ടത് മംഗളാവർത്തക്കാലം 2-ാം ഞായറാഴ്ച ഈ വചനഭാഗമാണ്. ബാലാമിൻ്റെ പ്രവചനത്തിൽ കഴുത സംസാരിക്കുന്നു, ദൈവഹിതം തിരിച്ചറിയാൻ കഴുത ഉപകരണമാകുന്നു. ബാലാം നമുക്കറിയാം ദൈവദർശനമുള്ള മനുഷ്യനാണ്. ദർശനമുള്ളവൻ, ദൈവഹിതം തിരിച്ചറിയാൻ കഴിവുള്ളവൻ. കഴുതയാകട്ടെ തിരിച്ചറിവിന് നെറിവില്ലാത്ത ഒരു മൃഗം, അറിവില്ലാത്ത മൃഗം, നികൃഷ്ട ജീവി. പക്ഷെ ദൈവം ഉപയോഗിക്കുന്നത് ഈ കഴുതയെയാണ് ദൈവഹിതം തിരിച്ചറിയാൻ. നമുക്കറിയാം, പ്രവാചകൻ എന്നാൽ ദൈവഹിതം തിരിച്ചറിയുന്നവൻ. ഈ തിരിച്ചറിവിൻ്റെ നിറവിൽ അനുഗ്രഹത്തിൻ്റെ വക്താവാകുന്ന ഒരു പ്രവാചകൻ, ഹിതം തിരിച്ചറിഞ്ഞ ദൈവഹിതത്തിൻ്റെ വക്താവാകേണ്ടവൻ. 3, ഈ ദൈവഹിതം തിരിച്ചറിഞ്ഞ വക്താവായി ജീവിതം കൊണ്ട് ഈ ദൈവഹിതത്തിനു വേണ്ടി നിലകൊള്ളേണ്ടവൻ. സർപ്പം ദൈവഹിതം നിറവേറ്റുന്നതിന് തടസ്സമായി നിൽക്കുന്ന ഉപകരണം, ഒരു മൃഗം. കഴുതയാകട്ടെ ഇവിടെ ദൈവഹിതം തിരിച്ചറിയാൻ സഹായിക്കുന്ന ഉപകരണം, സഹായിക്കുന്ന മൃഗം. ദൈവത്തിൻ്റെ ഇടപെടൽ, ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ ദൈവം മനുഷ്യരെ നിയോഗിക്കുമ്പോൾ, മനുഷ്യൻ അതിനോട് ബുദ്ധിത്തിരിക്കാൻ മടി കാണിക്കുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്നത് മനുഷ്യരാൽ തിരസ്കരിക്കപ്പെടുന്ന മൃഗത്തെയാണ്, ഇവിടെ കഴുതയെ. പക്ഷേ ഈ കഴുത ഉപകരണമാകുന്നുണ്ട്, ദൈവഹിതം തിരിച്ചറിയാനുള്ള ഉപകരണം. ഇന്ന് പഴയ നിയമ വായനയിലൂടെ ദൈവം ആവശ്യപ്പെടുന്നു, നീ നിന്റെ നടന്നു നീങ്ങുന്ന വഴിയിൽ നിന്നോട് സംസാരിക്കുന്ന ദൈവഹിതത്തിൻ്റെ വഴികൾ തിരിച്ചറിയണം. നീ സഞ്ചരിക്കുന്ന നിന്റെ യാത്രാമൃഗമായിരിക്കാം, നിന്റെ വഴിയിൽ കണ്ടുമുട്ടുന്ന മനുഷ്യരായിരിക്കാം, സംഭവങ്ങളായിരിക്കാം. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനായിട്ട് നിനക്ക് ദൈവം നൽകുന്ന സമ്മാനങ്ങളാണത്. ഈ സമ്മാനങ്ങളെ തിരിച്ചറിയാൻ കുടുംബത്തിലും വ്യക്തിപരമായ ജീവിതത്തിലെ ബന്ധങ്ങളിലും, അതുപോലെ തന്നെ നമ്മുടെ സമൂഹത്തിൽ നാം ജീവിക്കുമ്പോൾ നമുക്ക് കണ്ടുമുട്ടുന്ന വ്യക്തികളിലും സംഭവങ്ങളിലൂടെയും ദൈവം സംസാരിക്കുന്നുണ്ട്. ഇതിലൂടെയൊക്കെ ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാനും ഈ തിരിച്ചറിവിൻ്റെ നിറവിൽ ജീവിതം ക്രമപ്പെടുത്താനും നമുക്കാകണമെന്ന 1-ാം വായന നമ്മെ ഓർമ്മപ്പെടുത്തുന്നു. 2-ാമത്തെ വായനയിൽ ഇന്ന് ഈശോ നമ്മോട് ആവശ്യപ്പെടുന്നു, വചനം നമ്മോട് ആവശ്യപ്പെടുന്നു, ദൈവവചനത്തിൻ്റെ കവാടം ഞങ്ങൾക്ക് തുറന്നു തരാൻ, ക്രിസ്തുവിൻ്റെ രഹസ്യം പ്രഖ്യാപിക്കാൻ, വചനത്തിൻ്റെ കവാടം തുറന്നു തരാൻ. ഇനി വചനം അങ്ങ് പ്രഘോഷിച്ച് ജീവിതം ക്രമപ്പെടുത്താൻ. പ്രിയപ്പെട്ടവരെ, ഇത് തന്നെയാണ് ഇന്ന് സുവിശേഷത്തിലും ദൈവം നമ്മോട് ആവശ്യപ്പെടുന്നത്. ദൈവം നമ്മോട്, മനുഷ്യരോട് ആവശ്യപ്പെടുന്നത് ഇതാ, ഞാൻ നിൻ്റെ സമ്മതത്തിനായി കാത്തു നിൽക്കുന്നു, നിൻ്റെ സമ്മതത്തിനായി കാത്തു നിൽക്കുന്നുവെന്ന്. എന്തിനാ? ദൈവത്തിന് നമ്മിലേക്ക് വരണം, നമ്മുടെ ഹൃദയങ്ങളിലേക്ക്. ദൈവം നമ്മുടെ ഹൃദയത്തിൻ്റെ കവാടത്തിൽ മുട്ടി വിളിക്കുകയാണ്, എനിക്ക് തുറന്നു തരാമോ നിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ? മംഗളാവാർത്താക്കാലം 2-ാമത്തെ ഞായറാഴ്ച 1-ാമത്തെ വായന ഓർക്കണേ. ദൈവഹിതം തിരിച്ചറിയാൻ, ദൈവം ഇടപെടുന്ന വഴികളെ തിരിച്ചറിയാൻ മനസ്സ് കാണിക്കണം. 2, ഇതാ പ്രാർത്ഥിക്കണം. എന്തിനു വേണ്ടി? വചനത്തിൻ്റെ കവാടം തുറന്നു തരുമ്പോൾ നമുക്ക് ഈ ക്രിസ്തു രഹസ്യം പ്രഖ്യാപിക്കാനുള്ള കഴിവ് ദൈവം തരുമെന്ന്. എങ്ങനെയാ ദൈവം ഈ കഴിവ് തരുന്നത്? നമ്മുടെ കഴിവ് നോക്കിയിട്ടല്ല, പക്ഷേ ദൈവത്തിൻ്റെ ദാനമാണത്.
വചനം തുറന്ന് വചനത്താൽ തുറക്കപ്പെട്ട നല്ല വേലക്കാരിയായ ഒരു സ്ത്രീയുടെ കഥ പറഞ്ഞുകൊണ്ട് ലൂക്കായുടെ സുവിശേഷം അധ്യായം 1. 6-ാം മാസം ഗബ്രിയേൽ ദൂതൻ ഗലീലിയയിൽ നസറത്ത് എന്ന പട്ടണത്തിൽ, ആരാലും അന്നുവരെ അറിയപ്പെടാതിരുന്നൊരു പട്ടണത്തിൽ, അവിടെ ആരാലും അറിയപ്പെടാതിരുന്ന സ്ത്രീ ഈ മറിയത്തോട് വന്ന് കെഞ്ചുകയാണ്. നീ എനിക്ക് നിൻ്റെ മനസ്സിൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ തുറന്നു തരുമോ? എനിക്ക് നിന്നെ പ്രവേശിക്കണം. ഞാൻ പ്രവേശിച്ചു കഴിഞ്ഞാൽ രക്ഷ നിന്നിലൂടെ കരഗതമാകുമെന്ന്. അസ്വസ്ഥയാകുന്നുണ്ട് ഈ പെൺകുട്ടി. അവൾ പറയുന്നുണ്ട്, എനിക്ക് പുരുഷനറിയുന്നില്ലല്ലോ, ഇതെങ്ങനെ സംഭവിക്കുക? ഭയപ്പെടേണ്ട, ദൈവം നിൻ്റെ കൂടെയുണ്ട്. ഭയപ്പെടേണ്ട എന്ന വാക്ക് ബൈബിളിൽ നമ്മൾ 365 പ്രാവശ്യം കാണുന്നുണ്ട്. ഓരോ ദിവസവും ദൈവം നമ്മോട് പറയുന്നുണ്ട്, ഭയപ്പെടേണ്ട, ദൈവം നിൻ്റെ കൂടെയുണ്ട്. ദൈവത്തിന് അസാധ്യമായി ഒന്നുമില്ല. ദൈവത്തിൻ്റെ ഹിതം തിരിച്ചറിയാൻ തടസ്സമായി നിൽക്കുന്ന എന്ത് കാരണങ്ങളുണ്ടോ, ദൈവം പറയുന്നു, ഭയപ്പെടേണ്ട, ഞാൻ നിൻ്റെ കൂടെയുണ്ട്. കൂടെ വസിക്കുന്ന, കൂടെ നടക്കുന്ന, കൂടെ ചിന്തിക്കുന്ന ദൈവത്തെ കാണാനുള്ള കണ്ണും കരുതാനുള്ള മനസ്സ് നമുക്കുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് ക്രിസ്തുമസ് ആഘോഷിക്കാം. ക്രിസ്തുമസ് എപ്പോഴും ഈ ഉത്തരത്തിൻ്റെ ബലത്തിലാണ്. ദൈവം ചോദിക്കുന്നുണ്ട്, തുറന്നു തരുമോ നിൻ്റെ മനസ്സിൻ്റെ വാതിൽ എനിക്ക് നിന്നിലേക്ക് വരാൻ? തുറന്നു തരുമോ നിൻ്റെ കാത് എൻ്റെ വചനം ശ്രവിക്കാൻ? തുറന്നു തരുമോ നിൻ്റെ ഹൃദയം എനിക്ക് എൻ്റെ വചനം നിന്നിലൂടെ അനുവർത്തിക്കപ്പെടാൻ, നിന്നിലൂടെ പ്രഘോഷിക്കപ്പെടാൻ, നിന്നിലൂടെ ജീവിക്കാൻ? ഈ പരിശുദ്ധ അമ്മ നമുക്കൊരു മാതൃകയാണ്. എന്തിന്? വചനത്തിന് കാതോർക്കുന്ന മറിയം, വചനത്തിന് ഹൃദയം തുറന്നു കൊടുക്കുന്ന മറിയം, വചനത്തിനു വേണ്ടി ജീവിക്കുന്നവൾ പ്രവാചികയാണ്. പ്രവാചകരാകാൻ ക്ഷണിക്കുകയാണ് മംഗളവാർത്തക്കാരൻ 2-ാം ഞായറാഴ്ച. ദർശനങ്ങൾ കൊണ്ടല്ല, പക്ഷേ വചനം കേൾക്കാനുള്ള കാതും തുറന്നു കൊടുക്കാനുള്ള മനസ്സും ഹൃദയവും ഉണ്ടെങ്കിൽ നമുക്കൊക്കെ ഇന്ന് ക്രിസ്തുമസ് ആഘോഷിക്കാനായിട്ട് ഒരുങ്ങാമെന്ന് 3 ചിന്തകളും നമ്മെ ഉദ്ബോധിപ്പിക്കുന്നതും നമ്മെ ക്ഷണിക്കുന്നതും ഇതിനു വേണ്ടിയിട്ടാണ്. ക്രിസ്തുമസിന് വേണ്ടി ഒരുങ്ങുക, ക്രിസ്തുമസിൻ്റെ വക്താക്കളാകുക. എങ്ങനെ? വചനത്താൽ തുറക്കപ്പെട്ട, വചനത്തിനു വേണ്ടി നിലകൊള്ളുന്ന നല്ല